Good morning to all. Morning, ma'am. Good morning. Morning, ma'am. Good morning. Yeah, morning. Okay. Start ചെയ്യാട്ടോ. Start ചെയ്തോളൂ. Yeah, start ഒരു ചെയ്യൂ. ക്രിസ്മസ് ഗാനം പാടും. എന്തോ? ഒരു ക്രിസ്മസ് ഗാനം പാടാമേ. Okay. പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. മേശരും കാസ്പറും ബെൽത്തസറും വാഴ്ത്തും രക്ഷകരിൽ രക്ഷകനാ മിശിഹാ പിറന്ന ദിനം. മേശരും കാസ്പറും ബെൽത്തസറും വാഴ്ത്തും രക്ഷകരിൽ രക്ഷകനാ മിശിഹാ പിറന്ന ദിനം. ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുവിണ്ണിലെ മാലാഖകളെ. ഒരു മണ്ണിലെ ഇടയന്മാരെ പാടുവിണ്ണിലെ മാലാഖകളെ. പാടു തമ്പുരുവും കിന്നരും തളുമായി പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക് യു. Okay, then she. Today thought is, one tree can make 1 million matchsticks, but one matchstick can burn 1 million trees. Its story meaning, one negative thought can burn all positive thoughts. ഒരു മരം 1 ദശലക്ഷം തീപ്പെട്ടിക്കോലുകൾ ഉണ്ടാക്കാം, എന്നാൽ ഒരു തീപ്പെട്ടിക്കോലിന് 1 ദശലക്ഷം മരങ്ങൾ കത്തിക്കാം. അതായത് ഒരു നെഗറ്റീവ് ചിന്തയ്ക്ക് എല്ലാ പോസിറ്റീവ് ചിന്തകളെയും കത്തിച്ചു കളയാൻ കഴിയും. അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. ഹാവ് എ നൈസ് ഡേ മാം. സൈനിൻ ഞാനാണ് മിസ് റുബീന. Okay. 1 2 3 4 5 കുരുവികൾ രാജാവിന്റെ കൊട്ടാരത്തിൽ കൂട് വെച്ചല്ലോ. റാണി വന്ന് നോക്കിയപ്പോൾ കുരുവികളെല്ലാം പാട്ടും പാടി കൂട്ടത്തോടെ പറന്നു പോയല്ലോ. താങ്ക് യു മിസ്. Okay, Riju. Next ആണല്ലോ. Next അടിച്ചു. എല്ലാരും ഒന്ന് ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു മിസ്. Okay. Then, who are you all? As usual. Fine. ഞാനോ? Okay, എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. Okay, I'm always good. Okay, then അപ്പോ ക്ലാസ്സിലേക്ക് പോവാലോ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ക്രിസ്മസ് സെലിബ്രേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഏതെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞോ ക്രിസ്മസ് സെലിബ്രേഷൻ? ജിഷ മിസ് പറഞ്ഞായിരുന്നു. 22 മൺഡേ ആണോ? മൺഡേ. അതെ, മൺഡേ ആണ്. ഓക്കെ, കണ്ടക്ട് ചെയ്യാം, ചെയ്തോളൂ. പിന്നെന്താ, സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ദിവസമായി നമ്മൾ ക്ലാസ് എടുത്തിട്ട്, അല്ല നോട്ട്സ് ഒക്കെ ആയിരുന്നു. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. So we moving on to the next chapter, unit 6, adjective ആണ്. നമ്മള് 2 and 3 കംപ്ലീറ്റ് ചെയ്തു. 2 and 3 കംപ്ലീറ്റ് ചെയ്തു. 4 and 5 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ടെൻസ് പഠിക്കാതെ ചാപ്റ്ററിലൊന്നും പോകാൻ പറ്റില്ല. ടെൻസ് പഠിക്കണമെങ്കിൽ അതിക്ക് മുന്നേ പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതെടുത്താലേ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നേരെ യൂണിറ്റ് 6ലേക്ക് വന്നത്. ഓക്കെ, ക്ലിയർ?
എന്തുകൊണ്ടാണ് മിസ് ഇനി 6ലേക്ക് പോയെന്ന് ചിന്തിക്കേണ്ട. അപ്പോ യൂണിറ്റ് 6 adjective, adjective phrase, adjective clause. Okay, so what is adjective? അറിയില്ല. Okay, so take your എന്തോ നാമവിശേഷണം നാമവിശേഷണം എന്ന് പറയാം. എല്ലാം മലയാളം പഠിച്ചു വെച്ചേക്കുക അല്ലെ. പണ്ട് ഗ്രാമർ പഠിച്ചതിന്റെ ഒരു കുഴപ്പമാണത്. മലയാളത്തിലാണ് എല്ലാവരും ഗ്രാമർ പഠിപ്പിച്ചത് പൊതുവെ അല്ലെ. പേരടക്കം പഠിപ്പിച്ചിരിക്കുന്ന മലയാളത്തിലാണ്. അത് ഭയങ്കര എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല കേട്ടോ. ശരിയല്ലേ? ഒരു പേര് നമ്മൾ അതിന് പ്രത്യേകിച്ച് ഒരു മലയാളീകരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച്. നൗൺ നാമമാണ്, പ്രൊനൗൺ സർവനാമമാണ് അല്ലെ, അഡ്ജക്റ്റീവ് നാമവിശേഷണമാണ്. അത് ഇംഗ്ലീഷ് തന്നെ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയേനെ അന്നെ അല്ലെ. നാമവിശേഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഇന്ന്? അഡ്ജക്റ്റീവിന്റെ മലയാളം ട്രാൻസ്ലേഷൻ നാമവിശേഷണമാണ്. എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? എന്താണ്? A group of words that qualifies noun. മലയാളത്തിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയും, ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മലയാളത്തിൽ പറയും. അതാണ് ഞങ്ങൾ അല്ലെ, അതാണ് ഞങ്ങൾ, അതാണ് ഇമിറ്റേറ്റിംഗ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ പറയാട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. നോട്ടിലൊന്നും എഴുതണ്ട, ഞാൻ പറയുമ്പോൾ മാത്രം നോട്ട് എഴുതുക. അതുവരെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മൾ നൗണിനെ കുറിച്ച് പഠിച്ചു. നൗൺ എന്താണെന്ന് പഠിച്ചു അല്ലെ. നൗൺ ഇസ് എ നെയിം ഓഫ് എനിത്തിങ്. എന്തിന്റെങ്കിലും ഒരു പേരാണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാല് നാമവിശേഷണം എന്ന് പറഞ്ഞു മലയാളത്തില്. സിമ്പിൾ ആണ്. നൗണിനെ മോഡിഫൈ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്ജക്റ്റീവ് ഇസ് എ വേർഡ് ദാറ്റ് മോഡിഫൈസ് ഓർ ഡിസ്ക്രൈബ്സ് എ നൗൺ. ഓക്കെ, ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ അല്ലെ, മലയാളത്തിൽ പറയാല്ലേ, വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് എന്ത്, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞപ്പോ മനസ്സിലായി, പക്ഷെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയണം അല്ലെ. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. ഞാൻ ആരാണ്? എന്റെ പേരെന്താ? അശ്വതി എന്നാണ്. അശ്വതി എന്ന് പറഞ്ഞാലും ടീച്ചർ എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറഞ്ഞാലും അതൊരു നൗൺ ആണോ? നൗൺ ആണോ? ഗേൾ എന്നായിക്കോട്ടെ, വുമൺ ആയിക്കോട്ടെ, എല്ലാം എന്താണ്? ഓക്കെ, അപ്പൊ എന്നെ നിങ്ങള് എന്നെ എന്തെങ്കിലും പറഞ്ഞിരുന്നു പറയൂ. ആസ് എ ടീച്ചർ ഞാൻ എങ്ങനെയാണ്? പറയൂ. നെഗറ്റീവും പറയാം, അതിന്റെ പോസിറ്റീവ്സ് കേൾക്കാൻ വേണ്ടി ചോദിക്കുന്നല്ലേ തോന്നുന്നു കേട്ടോ. പറയൂ, എന്നെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇംഗ്ലീഷ് പറയൂ കേട്ടോ. അശ്വതി മാം പഠിപ്പിക്കാൻ നല്ലവണ്ണം മനസ്സിലാവും. എന്താണ് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മലയാളം? ഇപ്പൊ ഒരു കോൺഫിഡന്റ് എല്ലാം വന്നിട്ടുണ്ട് മിസ്സിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ. അശ്വതി മാം ഈസ് വെരി ബ്യൂട്ടിഫുൾ. വലിയ എനിക്ക് ആശ്വാസം. എന്തോ കേട്ടില്ല. Great and wonderful teacher. ഓക്കെ ഓക്കെ. Way of teaching is very interesting. Okay. Then the text here then. Ashwati ma'am is a good teacher. Okay. Then the text here then. Okay. എക്സ്പ്ലെയിൻ ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. അശ്വതി പറഞ്ഞിരുന്നില്ലേ? Interesting here teaching style. Okay. Here, so English teacher. Okay, okay, okay. Oh. Very quiet and calm person. Quiet and calm ആണോ ഞാൻ? അയ്യോ, ഞാൻ അറിഞ്ഞില്ലെന്നൊന്നും. Topic ആണല്ലോ. എന്തോ എന്തൊക്കെയോ എനിക്ക് വയ്യ. ടീച്ചർ ആൻഡ് വെരി ഫ്രണ്ട്ലി. ഓക്കെ ഓക്കെ ഓക്കെ. Way of teaching is very interesting.
Okay. Very friendly. Yeah. Okay. കഴിഞ്ഞോ? Kind, beautiful. Yes. Okay. Then ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോ ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ, സത്യം പറയാം, കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോ അതങ്ങോട്ട് പോയി, സന്തോഷമായി. വെരി ഫ്രണ്ട്ലി ആൻഡ് ഓപ്പൺ പേഴ്സൺ. സ്പെല്ലിംഗ് ഒക്കെ മാറുന്നുണ്ട്. അശ്വതിയുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് അറിയാം എല്ലാവർക്കും. ഓ എന്താ? ഓക്കെ, റീജു എന്തൊരു ആക്ട്രസ്, ഇതൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ തള്ളി മിസ് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. മലയാളത്തിലാണ് ഞാൻ എത്ര വേണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. തോന്നുന്നു. എന്തോ ഇല്ല മിസ്സേ, മിസ്സിനെ കാണാൻ ശരിക്കും ഒരു ആക്ട്രസിനെ പോലെ ഉണ്ട്. ഇന്ന് എനിക്ക് വയ്യാലോ, ഞാൻ എന്താ പറയാ. മിസ് ടെൻഷൻ വരുമ്പോ ഞങ്ങൾ ക്ലാസ്സിൽ വന്നാ മതി. അതെ അതെ, ആലോചിക്കാം നമുക്ക്. മാം വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ടീച്ചർ വോയിസ് ഓൺ ആക്കിയിട്ടാൽ ടീച്ചറിന്റെ മൊത്തം ടെൻഷൻ മാറും. അട്രാക്റ്റീവ് ക്യാരക്ടർ എന്തൊക്കെയോ നുണകളാണ് നിങ്ങൾ പറയുന്നതെന്ന് ആലോചിക്കുന്നത്. ഓക്കെ ഓക്കെ മതി. ഇത്രയും വലിയ ആളാണെന്ന് മനസ്സിലായില്ലേ? മറ്റുള്ളവരിലൂടെ നമ്മൾ ആരാന്ന് നമുക്ക് മനസ്സിലാകാം. അതെ, എന്തൊക്കെയൊക്കെയോ പറഞ്ഞു നിങ്ങള്. ഇതൊക്കെയാണോ ഞാൻ? എനിക്കറിയില്ല കേട്ടോ, സത്യം പറയാൻ എനിക്കറിയില്ല. ഓക്കെ മതി മതി, ധാരാളം. ഇനി അയക്കല്ലേ, എനിക്ക് വയ്യ, വായിക്കാനേ വയ്യ. ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ, അത് പറഞ്ഞു ഇവിടേക്കോ എത്തി. ഓക്കെ, എന്തായാലും താങ്ക് യു. ചുമ്മാ ആണെങ്കിലും കേട്ടപ്പോ രസമുണ്ട് കേട്ടോ, സന്തോഷമുണ്ട്, അത്രയേ ഉള്ളൂ. ചുമ്മാന്നല്ല മിസ്സേ, യഥാർത്ഥമാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. എന്താ പറയാ, താങ്ക് യു. I can't express my happiness in words. That's all. ഇതൊന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മളെങ്ങനെ അഡ്ജക്റ്റീവ് പഠിക്കണം, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടി അവർ സെന്റൻസ് അയക്കാൻ പറഞ്ഞു. ഇത്രയും പ്രതീക്ഷയില്ല ഞാൻ. അപ്പൊ ഇത് നമുക്ക് അഡ്ജക്റ്റീവ് പഠിക്കണ്ടേ? അപ്പൊ അശ്വതി എന്ന് പറയുന്ന ആരാ? ഞാനാണ്. അതൊക്കെ എന്താണ്? ഒരു നൗൺ ആണ്. ഒരു പേരായതുകൊണ്ട് അതൊരു നൗൺ ആണ്. ടീച്ചർ ആണെങ്കിലും അതൊരു നൗൺ ആണ്. ഓക്കെ, അപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ അഡ്ജക്റ്റീവ്. ക്ലിയർ? എന്തൊക്കെയോ പറഞ്ഞല്ലോ. എന്തൊക്കെയാണ്? ഇന്റലിജന്റ് ആണ്, പ്രിറ്റി ആണ്, കാം ആണ്, ക്വയറ്റ് ആണ്, ഗുഡ് ആണ്, അല്ലെ, ഫ്രണ്ട്ലി ആണ്, കൈൻഡ്, ബ്യൂട്ടിഫുൾ, ഇതെല്ലാം എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ദാറ്റ്സ് ഓൾ. അപ്പൊ എന്നെ നിങ്ങൾ കുറെയൊക്കെ മോഡിഫൈ ചെയ്തു, എന്നെ കുറിച്ച് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തു, അല്ലെ? നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന്. ടീച്ചർ, ഇതിപ്പോ എല്ലാ ടീച്ചറും ചോദിച്ചാൽ നിങ്ങൾ തന്നെയല്ലേ പറയുള്ളൂ, അല്ലേ? ഇങ്ങനെയാണ്. അല്ല മിസ്, നമ്മൾ സത്യസന്ധമായിട്ടല്ല പറയും. അതെ, ശരിയാ. ഇല്ല, ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് മിസ് തന്നെ സംസാരിക്കുന്നെ. വന്നാല് എല്ലാം വിശേഷമല്ല ചോദിച്ചിട്ടല്ലേ ക്ലാസ്സിലേക്ക് പോവുള്ളൂ. ഞാൻ കാണട്ടെ, നിങ്ങൾ റെക്കോ ക്ലാസ് ഒന്ന് കാണട്ടെ, അപ്പൊ അറിയാൻ പറ്റും എനിക്ക്. ഓക്കെ, ചുമ്മാ ചുമ്മാ. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? മാമും അശ്വതി മാമും ആണ് ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേൾക്കാൻ നല്ല താല്പര്യം. ബാക്കി എനിക്ക് തോന്നുന്നു എന്താണ് സൈക്കോളജിയില് ഭയങ്കര സീരിയസ് ആണ്. എന്നാലും കുഴപ്പമില്ല, ഇടയിലൊക്കെ ഫണ്ണായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാലും ചിലപ്പോ സബ്ജക്ട് വൈസ് വരുമ്പോ സീരിയസ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ചാപ്റ്റർ ആയിരുന്നു, ഒരു പോർഷൻ ആയിരുന്നു, അല്ലേ? സബ്ജക്ട് ആയിരുന്നു. കുറച്ചുകൂടെ സീരിയസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ആരും ക്ലാസ്സിൽ ഉണ്ടാവുകയില്ലായിരുന്നു. ശരിയാണ്.
ഓക്കെ, അപ്പൊ മതി. എന്തോ ഈ അക്ഷരത്തിനെ മതി. ക്ലാസ് കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ കയറണം എന്ന് ആഗ്രഹിക്കുന്ന സബ്ജക്ട് ഇംഗ്ലീഷാ. മീൻസ് അതൊന്നും വിട്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിട്ട് ഫീൽ ചെയ്യും. റെക്കോർഡ് ക്ലാസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കേട്ട് പാടാ. ഓക്കെ, പഠിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അല്ലെ? അതാണ് ബാക്കി ടീച്ചേഴ്സിനാണ്. നിങ്ങളുടെ ക്ലാസ് ഒന്നും ടീച്ചേഴ്സ് കാണാറില്ല കേട്ടോ. ഞാൻ കാണാറില്ല എന്റെ ക്ലാസ് ഒന്നും, ഭയങ്കര ബോറിംഗ് ആണ്, ഇഷ്ടമല്ല. ക്ലാസ് കണ്ടില്ല എന്റെ ഇത് കാണാനുള്ള ക്ഷമയൊന്നുമില്ല. ക്ഷമ മാത്രമല്ല, എനിക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ല മിസ്സേ, വെറുതെ ഇങ്ങനെ കേട്ടിരിക്കാൻ. നമുക്കിപ്പോ ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന അതല്ലേ ക്ലാസ് എന്ന് പറയുമ്പോൾ രസം. അതൊക്കെ ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണ്. ഓക്കെ, അപ്പോ ഇനി സബ്ജക്റ്റിലേക്ക് വരും. അഡ്ജക്റ്റീവ് എന്താണ്? വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? പറയൂ. ഡിസ്ക്രിപ്ഷൻ ഓഫ് നൗൺ. ഡിസ്ക്രിപ്ഷൻ ഓഫ് നൗൺ. അത് ആരെയാവാട്ടോ, പേര്. ഒരു പേരിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പേരിനെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നൗൺ ആണ്. അത് ഒരു വേർഡ് വെച്ചിട്ട്, ഇപ്പോ ഷീസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്നത്, അതിൽ ഷീ എന്ന് പറയുന്നത് എന്താണ്? പ്രോണൗൺ ആണ്. അതും ഒരു പേര് തന്നെയാണല്ലോ അല്ലെ? അപ്പോ നൗണിനെയോ പ്രോണൗണിനെയോ മോഡിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ ഓർ മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്ന ആ സെന്റൻസിലെ അഡ്ജക്റ്റീവ് ഏതാണ്? ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ ആണ് അഡ്ജക്റ്റീവ് അല്ലെ? അപ്പൊ അവള് ബ്യൂട്ടിഫുൾ ആണ്. അത് ആ സെന്റൻസിൽ ആ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത് കൊണ്ടല്ലേ അവളെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടിയത് അല്ലെ? ഇനിയിപ്പോ പറയണ ക്ലവർ ഗേൾ, അവള് ക്ലവർ ആണ്. അപ്പൊ അവളെ കുറിച്ച് നമ്മൾ ഓരോ വാക്കുകൾ പറയുമ്പോഴാണ് നമുക്ക് അവളെ കുറിച്ച് ഓക്കെ ആ കുട്ടി അങ്ങനെയാണ്, നമുക്ക് അവരെ കുറിച്ച് ധാരണ വരാൻ ഒരു ഐഡിയ കിട്ടുന്നത് ആ വാക്കുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ അഡ്ജക്റ്റീവ്. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ. ഇനി അഡ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു. ഞാനിപ്പോ പറഞ്ഞ പോലെ ഷീ ഈസ് ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞ പോലെ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു. അപ്പൊ എന്നെ പറഞ്ഞല്ലോ, അതേപോലെ ആര് വേണമെങ്കിലും എന്തിനെങ്കിലും അത് മോഡിഫൈ ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം, ദെൻ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഉണ്ട്, ഒരുപാട്. ഏതൊക്കെയായിരിക്കും അഡ്ജക്റ്റീവ്സ്? നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ അഡ്ജക്റ്റീവ്സ് ഉണ്ട് കേട്ടോ. ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. ഷീ ഈസ് ആംഗ്രി പേഴ്സൺ. ഷീ ഈസ് ആംഗ്രി പേഴ്സൺ. ആംഗ്രി എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, then he is handsome guy. She is tall. He is a good character. Okay, good character. Her pen is very attractive. She is a beautiful girl. The cat is very pretty. Okay. Then Divya is very calm person. She is tall girl. She is great narrator. Elephant is the largest animal. Okay. അപ്പൊ ഒരുപാട് അഡ്ജക്റ്റീവ്സ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ? Good, calm, tall, great, largest, kind, beautiful, okay, attractive, tall, handsome, angry. ഇതെല്ലാം എന്താണ്? അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ മനസ്സിലായോ അഡ്ജക്റ്റീവ് എന്താണെന്ന്? മനസ്സിലായോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, അതില് ചാപ്റ്ററിന്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെഡിങ് കൊടുക്കുക, അഡ്ജക്റ്റീവിന് ഹെഡിങ് കൊടുക്കുക. അഡ്ജക്റ്റീവിന് ഹെഡിങ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ അഡ്ജക്റ്റീവിനെ കുറിച്ച് മനസ്സിലായത് അത് നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങളുടേതായ രീതിയിൽ എഴുതി വെക്കാം. The child was wearing a black hat. Okay.
She has a sweet voice. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നതിന് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയാൽ മതി. അതിന് ആ പാഠം തീർന്നിട്ടില്ലല്ലോ, അപ്പൊ അതിന് സ്പേസ് വിടണോ? വേണ്ട വേണ്ട, ഫസ്റ്റ് അഡ്ജക്റ്റീവ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇതിൽ അഡ്ജക്റ്റീവ് നമ്മളിപ്പോ പറഞ്ഞു. ഇനിയുള്ളത് അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ് ഒക്കെയാണ്. അപ്പൊ ഫസ്റ്റ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ പേര് എഴുതിക്കൊണ്ടത് അതിൽ അഡ്ജക്റ്റീവ് എന്ന് കൊടുക്കാം. സെക്കൻഡ് ഹെഡിങ് ആയിട്ട് അഡ്ജക്റ്റീവ് കൊടുത്തിട്ട് അഡ്ജക്റ്റീവ് നിങ്ങൾ എന്താണോ മനസ്സിലായത്, അത് മലയാളത്തിലോ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാൻ ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. കാരണം അഡ്ജക്റ്റീവ് എന്താണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡൗട്ട് വന്നാല് ഈ നോട്ട്ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. മനസ്സിലായോ? അതിനു വേണ്ടിയാണ് നോട്ട് എഴുതാൻ പറയുന്നത്. അല്ലാണ്ട് കുറെ ഡെഫിനിഷനോ കാര്യങ്ങൾ എഴുതിയത് കൊണ്ട് അതിന് യൂസ്ഫുൾ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയ, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് അഡ്ജക്റ്റീവ് എന്താണെന്ന് എഴുതാം. അതിനുശേഷം കുറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ എക്സാമ്പിൾസ് എല്ലാം എഴുതി വെക്കാം. അല്ലാതല്ല, നമുക്ക് ഏതെങ്കിലും തോന്നുന്ന കുറച്ച് 5 or 6 എക്സാമ്പിൾസ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അതിനുശേഷം എന്നോട് പറയാം കേട്ടോ. നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയി എഴുതി കഴിഞ്ഞതിന് ശേഷം എന്നോട് ഇൻഫോം ചെയ്യാം. ഓക്കെ, ഷംസീന, അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അഡ്ജക്റ്റീവിന് ഹെഡിങ് കൊടുത്തിട്ട് അഡ്ജക്റ്റീവ് എന്താണ്? നൗണിനെയോ പ്രൊനൗണിനെയോ മോഡിഫൈ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, അപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലായത് രീതിയിൽ എഴുതി വെക്കുക. അഡ്ജക്റ്റീവിനെ കുറിച്ച് എഴുതി വെക്കുക. അതിനുശേഷം എക്സാമ്പിൾ ആണ് നമ്മൾ ടെക്സ്റ്റ് ചെയ്ത എക്സാമ്പിളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത എക്സാമ്പിൾസോ നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ്. വേണം എന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയും. ഞാൻ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഡെഫിനിഷൻ ഞാൻ ടെക്സ്റ്റ് ചെയ്യാവേ. മനസ്സിലായി. അത് വോയിസ് റേഞ്ചിന്റെ ഇഷ്യൂ ആണെന്ന് ധൈര്യം. ഓക്കെ, okay, definition ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എഴുതാം കേട്ടോ. Adjective is a word that modifies or describes a noun or pronoun. ഓക്കെ, കംപ്ലീറ്റ് ആയല്ലോ. അപ്പൊ മനസ്സിലായോ എന്താണ് അഡ്ജക്റ്റീവ്? മനസ്സിലായോ? സിമ്പിൾ ആണോ? ഓക്കെ,
ക്ലിയർ? എന്നൊരു ദിവസം കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കണോ? നിങ്ങൾ ടെക്സ്റ്റില് കുറെ സിമ്പിൾ ആണ്. ടെക്സ്റ്റില് കുറെ കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായ ഒരാൾക്ക് ടെക്സ്റ്റ് വായിച്ചാൽ കുറച്ച് ക്ലിയർ ആകുന്നതാണ് കേട്ടോ. ഇവിടെ this book is big and that one is small. Big and small are adjectives ആണ് കേട്ടോ. ഓക്കെ, അതില് രണ്ടും adjective തന്നെയാണ്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് but in the first sentence these words are used predicatively and in the second they are used attributively. അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, സെയിം തന്നെയാണ്. പ്രെഡിക്കേറ്റീവ് എന്താണ്, അട്രിബ്യൂട്ടീവ് എന്താണ് എന്നറിയണോ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, കൺഫ്യൂഷൻ ആവില്ലല്ലോ. ഓക്കെ, ഒരു കാര്യം ചെയ്തേ, അത് പറയാട്ടോ, പറഞ്ഞുതരാവേ. നിങ്ങള് എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്, അഡ്ജക്റ്റീവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്തേ. പറ്റുവാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് പ്രസന്റ് ചെയ്യാമോ? ഓക്കെ, ക്ലിയർ? ചെയ്തേ പറ്റൂ കേട്ടോ, പ്രസന്റ് ചെയ്യണം കേട്ടോ, പഠിച്ചത് പറയണം. ഓക്കെ, സോ ടെക്സ്റ്റ് യുവർ നെയിം ആൻഡ് ഐ വിൽ കോൾ യു വൺ ബൈ വൺ. ഫസ്റ്റ് ആരാ? ജിറ്റി ഉണ്ടോ? ജിറ്റി. ഓക്കെ, ജിറ്റി ആബ്സെന്റ് ആണോ? ഓക്കെ, എന്താണ് ആരും ടെക്സ്റ്റ് ചെയ്യാത്തെ? മനസ്സിലായില്ലോ? ഒന്നും പറയൂ, ജസ്റ്റ് ഒന്ന് പറയൂ. ഓക്കെ, പേര് ടെക്സ്റ്റ് ചെയ്ത ഓർഡറിൽ തന്നെ എല്ലാവരും പറയാം കേട്ടോ, ഞാൻ ഓരോരുത്തരെ വിളിക്കാനില്ല. പേര് ടെക്സ്റ്റ്. ഓക്കെ, സപ്ന ക്ലാസ്സിലുണ്ടോ? ഇന്ന് എന്താ ഓഫ് ആയിരുന്നോ? ആ മാം, ഇന്നലെ ഞങ്ങക്ക് ആനുവൽ ഡേ ആയിരുന്നു, അപ്പൊ പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഓഫ് കിട്ടി. ക്ലാസ്സിൽ കയറി അല്ലേ? സൗണ്ട് ഒന്നുമില്ല. സഡൻ കുട്ടികളോട് ഷൗട്ട് ചെയ്തെടുത്തില്ലേ, സൗണ്ട് ഒച്ചത്തിൽ സംസാരിക്കണല്ലോ, കുഞ്ഞു മക്കളല്ലേ, അങ്ങനെ സൗണ്ട് കുറച്ച് പോയി, അങ്ങനെ റെസ്റ്റ് കിട്ടി, അങ്ങനെയൊക്കെ ഉള്ളു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നല്ലതാ മാം, നല്ല എക്സ്പീരിയൻസ് ആ. നമുക്ക് പെട്ടെന്ന് നമ്മളെ ലൈഫ് നന്നായിട്ട് ചേഞ്ച് ആവും. കാരണം ചെറിയ മക്കളോടെയല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് വലിയ കുട്ടികളെ പോലെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ കുട്ടികളെ നമ്മൾ പറഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് കേൾക്കില്ല അവര്. അപ്പൊ അവരെ ട്രാക്കിൾ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ പഠിക്കണം. കുറെ ബുദ്ധിമുട്ടുണ്ട് മാം ഹാൻഡിൽ ചെയ്യാൻ. ഇന്നലെ ഞാൻ പുതിയതാണല്ലോ അവിടെ ജോയിൻ ചെയ്ത്, അപ്പം കുട്ടികളെ ഒച്ചയിലാണ്ടിരുത്തലായിരുന്നു എന്റെ ഡ്യൂട്ടി ഇന്നലത്തെ. അതിന്റെ സൈഡ് എഫക്റ്റ് ആയ എന്റെ ഒച്ച പോയത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എങ്കിലും രസമാണ് മാം, അവരൊക്കെ ഒരുപാട് നമ്മളൊരുപാട് സ്നേഹിക്കുന്ന മക്കളല്ലേ, കളങ്കമില്ലാത്ത സ്നേഹമാണ് മക്കളുടെ. അപ്പം അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഈ ഫീൽഡിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പം എല്ലാരും പഠിച്ച് പെട്ടെന്ന് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അതെ അതെ, എല്ലാവരും ജോലി ചെയ്തേട്ടെ. ഞാൻ മിക്ക ബാച്ചിലും ഇപ്പോ അവര് ജോബിന് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇന്റേൺഷിപ്പ് ആയിക്കോട്ടെ, എല്ലാരും അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ബാച്ചിൽ ഞാൻ സംസാരിച്ചപ്പോ ഒരു എക്സ്പീരിയൻസ് പറയാറുണ്ട്. അത്രയും വെച്ചാല് ഇതേപോലെ തന്നെ സത്യം പറഞ്ഞാല് കുഞ്ഞു മക്കളായത് കൊണ്ട് നമുക്ക് അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്, നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഒരുപാട് ഷൗട്ട് ചെയ്യേണ്ടി വരും. അതായത് ഓക്കെ, ജോബ് ഓക്കെ ആണെന്ന് വെച്ചാൽ ഓക്കെ ആണ്, നമ്മൾ ഹാപ്പിയാണ്, നമ്മള് അതില് കൂടുതൽ എൻഗേജ്ഡ് ആവാണ്, കുറച്ചു റിലാക്സേഷൻ ആണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ അതില് വേറൊരു സൈഡും കൂടി ഉണ്ട്. ഓക്കെ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ജോലി ആക്സെപ്റ്റ് ചെയ്യാൻ കേട്ടോ. കാരണം പറയുമ്പോൾ എല്ലാവരും, എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ, നേരെ പറയാണ്. എനിക്ക് കുട്ടികളെ പഠിപ്പിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ല, മീൻസ് കുഞ്ഞു മക്കളെ പഠിപ്പിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ മോളെ കൊണ്ട് സ്കൂളിൽ ആക്കാൻ പോയപ്പോ, ഒരു ആനുവൽ ഡേ ആയിരുന്നു, ആക്കാൻ പോയപ്പോ ഞാൻ കണ്ടു അവിടത്തെ ബഹളങ്ങൾ. ഞാൻ എപ്പോഴാ കണ്ടേ, അപ്പൊ എനിക്ക് മനസ്സിലാവാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ. ആ ടീച്ചേഴ്സിന് സമ്മതിക്കണം. ഞാൻ ആലോചിച്ചു, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, കോ വർക്കേഴ്സ് ആയിക്കോട്ടെ, സമ്മതിക്കണം. കാരണം ഒരാളെ ഇങ്ങോട്ട് വിളിച്ച അടുത്ത അങ്ങോട്ട് പോകും. അവരെ ഹാൻഡിൽ ചെയ്ത് നമ്പേഴ്സ് പഠിപ്പിക്കാൻ വിചാരിച്ചോ മാം? 1 to 5 വരെ നമ്മളൊരു നമ്പേഴ്സ് പോട്ടെ 5 പഠിപ്പിക്കാൻ വിചാരിച്ചോ? നമ്മൾ വിചാരിക്കും എല്ലാരും അടങ്ങിയിരിക്കുന്നല്ലേ,
2-3 കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, 5 പിള്ളേര് സംസാരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചില കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഓടുമായിരിക്കും. ചില കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുമായിരിക്കും. ഇതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു 5 എന്നുള്ള നമ്പർ അവരെ പഠിപ്പിക്കാൻ. എങ്ങനെ പാട്ട് പാടേണ്ടി വരും, ചിലപ്പം 5നെ പറ്റി വല്ല കഥ പറയേണ്ടി വരും. അപ്പൊ നമ്മള് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോവാൻ. എനിക്ക് ആദ്യമൊക്കെ അത് മനസ്സിലാക്കാൻ കുറേ സമയം എടുത്ത്. ഞാൻ വിചാരിച്ച് നമ്മൾ ക്ലാസ് എടുക്കാൻ നമുക്കിപ്പോൾ ലെസൺ പ്ലാൻ കിട്ടിയാൽ നേരെ ക്ലാസ് എടുക്കാം. അങ്ങനെയല്ല, നമ്മൾ രാത്രി ഇരുന്ന് എന്തൊക്കെ ഇവർ കുരുത്തക്കേട് കളിക്കും, അപ്പം നമ്മൾ എങ്ങനെ ട്രാക്കിൾ ചെയ്യണം, ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം പിറ്റേ ദിവസം ക്ലാസ് പോവാൻ. അപ്പം ഇത് നമ്മൾ വലിയ കുട്ടികളെ പോലെ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത് ആണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. അതെ, ശരിക്കും അവരെ എൻജോയ് ചെയ്യിക്കാം. അവരെ നമ്മള് ശ്രദ്ധ നമ്മൾക്ക് വരണം അല്ലെ. അപ്പൊ ഫുള്ള് നമ്മൾ എൻജോയ് ചെയ്ത് ക്ലാസ് എടുക്കുന്നതാണ് കുറച്ച് ബെറ്റർ. എനിക്ക് തോന്നിയ കാര്യം ഇതാണ് കേട്ടോ. അവർ ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം അവരെ എൻജോയ് ചെയ്യിക്കണം. അതെ, പൊതുവെ അത് കുഞ്ഞുകുട്ടികളൊന്നുമില്ല. അപ്പൊ നിങ്ങളോടാണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോ ഇവിടുന്ന് ക്ലാസ് എടുക്കാണ്, സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കാണ്, ഭയങ്കര ആധികാരികമായ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയില്ലേ? സത്യം പറയാം, ഉറക്കം വരൂ, കുറച്ചു നേരത്തെങ്കിലും ശ്രദ്ധ അങ്ങോട്ട് പോകും. ഷുവറാണ്, ഇല്ലെന്ന് ഞാൻ പറയും. എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ അവരെ നോട്ട് ചെയ്യുന്നുണ്ട്, അവരെ കുറച്ചുകൂടെ നമ്മൾ എൻഗേജ് ആക്കുന്നുണ്ട്, എൻജോയ് ചെയ്യിക്കുന്നുണ്ട്, അവർ ക്ലാസ്സിൽ കംഫർട്ടബിൾ ആണ് എങ്കിൽ നമ്മൾ ക്ലാസ് അറിയാതെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന പോർഷൻ ആണെങ്കിലും അവര് പോലും അറിയാതെ അവരത് പഠിക്കും, നമുക്കത് പഠിപ്പിക്കാനും പറ്റും. സോ ആ ഒരു ട്രാക്ക് നിങ്ങൾ ഫോളോ ചെയ്യാം, എന്തെങ്കിലും ട്രിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. അതൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ നമ്മൾ സീരിയസ് ആയിട്ട് പോയി പഠിപ്പിച്ചാൽ ഒന്നും നടപടിയാവില്ല, കയ്യിന്ന് പോകും. ഓക്കെ, അപ്പോ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവാണ് കേട്ടോ. ആ കഴിവ് എനിക്കില്ല, സത്യം പറയാണ്, എനിക്കില്ല. മിസ്, എന്റെ അഭിപ്രായത്തിൽ കൊച്ചു കുട്ടികളാണ് കുറച്ചും കൂടെ അടങ്ങിയിരിക്കുന്നത്. നഴ്സറി ടൈപ്പ് ആ പിള്ളേര് വലിയ പിള്ളേരെക്കാളും കുറച്ചുകൂടെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ പേടിച്ചിട്ടാണേലും മിണ്ടാതിരിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ഇത് വെച്ച് അങ്ങനെയാണ്. LKG പോകാനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മളെ കാണുമ്പോ തന്നെ പിള്ളേർ അത്യാവശ്യം അടങ്ങിയിരിക്കും, വർത്താനം ഒന്ന് പേടിപ്പിച്ച അവിടെ ഇരിക്കാവുന്ന പിള്ളേരാ. വലിയ പിള്ളേരാണ് അങ്ങനല്ല, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മറുതലവും പറയും. നമുക്ക് അന്നേരം വീണ്ടും വീണ്ടും അവര് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും. LKG സെഷൻ കുറച്ചും കൂടി എളുപ്പമായി. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് നഴ്സറിയാ കിട്ടിയേക്കുന്നത്, pre-KG. അപ്പൊ ഇത് കുട്ടികൾ ഫസ്റ്റ് ടൈം വരുമല്ലേ, അപ്പൊ നല്ല രീതിക്ക് പണിയാ അവരെ അടക്കിയിരുത്താൻ. ചില കൈ പിടിച്ച് എഴുതിപ്പിക്കാൻ, പെണ്ണൊന്നും പിടിക്കാൻ അറിയത്തില്ല, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കൊക്കമാറിയാന്നോ അങ്ങനെയൊക്കെ പിടിക്കും പെൻസില്. അപ്പൊ അതെല്ലാം ട്രെയിൻ ചെയ്യിപ്പിക്കാൻ നമുക്കൊരു ആയ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ നല്ല രീതിയിൽ ക്ഷമ നല്ലോണം പഠിക്കണം കേട്ടോ വീട്ടിൽ നിന്ന്, എങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. വഴക്ക് പറഞ്ഞാൽ അപ്പം ഉണ്ടായിരിക്കും, സ്നേഹിച്ചെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ്ലി അവര് നമ്മൾ അനുസരിക്കുള്ളൂ. സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യാം. അതുപോലെ ക്ഷമ, ഭയങ്കര ക്ഷമ വേണം. വീട്ടില് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ക്ലാസ്സിൽ പോയിട്ട് നമ്മൾ ആ ഒരു മൈൻഡേ മാറ്റാം. എല്ലാവരും ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ വന്നപ്പോ കുറച്ചും കൂടെ ഫയർന്ന് പറഞ്ഞു, എന്താ റീസൺ എനിക്ക് അറിയില്ല കേട്ടോ, ചുമ്മാ കൂടെ ആണ്. അപ്പോ അത് നമ്മുടെ ക്ലാസ്സിൽ കാണും, ആ ഒരു റിഫ്ലക്ഷൻ അവർക്ക് കാര്യമില്ല. മീൻസ് നമ്മള് ഭയങ്കര ക്ഷമ ആവശ്യമാണ്. അത് ടീച്ചിങ്ങിന് പ്രത്യേകിച്ചിട്ടോ ഭയങ്കര ക്ഷമ ആവശ്യമാണ്. അതും പറയുന്ന പോലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ. ഓക്കെ, അപ്പോ എക്സ്പീരിയൻസ് എല്ലാവരും പോയവർ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കേൾക്കാം. പിന്നെ എല്ലാം നമ്മൾ ഫേസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ചെന്ന് പഠിക്കുകയുള്ളൂ. നമ്മൾ എത്രത്തോളം അവിടെ പോയി പ്രിപ്പയർ ചെയ്തിട്ട് പോയാലും ആ ടൈമില് നമ്മൾ പ്രിപ്പയർ ചെയ്ത പോലെ പഠിപ്പിക്കണം എന്നൊന്നുമില്ല, മനസ്സിലായോ? അപ്പൊ ഞാനാണെങ്കിൽ പോലും പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിൽ വന്നാല് ആ രീതിക്ക് ആയിരിക്കില്ല പഠിപ്പിക്കുക. ചിലപ്പോ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ വരുമ്പോ ചിലപ്പോൾ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് പോവുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അതൊക്കെ ആ ഒരു ടൈമിൽ നടക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെല്ലാം ചെയ്യാം. എന്നാലും ബാക്കി നമ്മുടെ കയ്യിൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കിട്ടുന്ന കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ട്. അതെല്ലാനും അപ്പോ വരും. ഞാൻ എന്റെ ക്ലാസ്സിൽ ചിലപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യാതെ വന്ന് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ പ്രിപ്പയർ ചെയ്യാറേ ഇല്ല. പക്ഷേ ഞാൻ ചില സമയത്ത് എനിക്ക് ടെൻഷൻ വരും, അയ്യോ എങ്ങനെയായിരിക്കും ചിലപ്പോ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്കി
ജസ്റ്റ് ഒന്ന് ഞാൻ എന്നെ ചുമ്മാ നോക്കിയിട്ടാണ് ബൈഹാർട്ട് പഠിക്കല്ലേ, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അങ്ങനെ പറയാം, അങ്ങനെയൊന്നും ആലോചിക്കാതെ ചിലപ്പോൾ ക്ലാസ്സിലേക്ക് വന്നിട്ട് ചിലപ്പോ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ക്ലാസ് അത് മുന്നോട്ട് പോകും, ഒരു ഫ്ലോ ഞങ്ങൾ കിട്ടും. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അത് ചിലപ്പോ അറിയാതെ കാരണം ചിലപ്പോ പ്രിപ്പയർ ചെയ്യുന്ന ചിലപ്പോ ആട്ടകൾ ഓർമ്മ വരുന്നതാകാം. അപ്പൊ എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്, ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് എന്നൊന്നും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ നോക്കുക, പഠിക്കുക, എങ്ങനെ ക്ലാസ് എടുക്കണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മളിൽ തന്നെ ഒരു കൺട്രോൾ ഉണ്ടാവണം. ഓക്കെ, എല്ലാം പഠിക്കാം. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് പ്രസന്റ് ചെയ്താലോ? അപ്പോ ഓരോരുത്തരും അറിയാതെ നമ്മൾ ടെക്സ്റ്റ് ചെയ്തപ്പോ ഷംസീന ഫസ്റ്റ്, ബിസ്മിയ, ദിവ്യ, ആ ഒരു ഫ്ലോയിൽ ആ ഒരു ഓർഡറിൽ നിങ്ങൾ എല്ലാവരും പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം അല്ലെങ്കിൽ മിക്സഡ് ലാംഗ്വേജ്, യു ക്യാൻ യൂസ് എനിത്തിങ്. ഓക്കെ, പക്ഷെ കമ്പൽസറി ആയിട്ടും പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ ഫസ്റ്റ് ഷംസീന പറയൂ. ഓക്കെ മാം, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതുവരെ ഞാനൊന്നും പറഞ്ഞില്ല, അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ട്. ടെൻഷൻ എടുക്കണ്ട, എന്തിനാ ടെൻഷൻ? എന്നോട് സംസാരിക്കുന്ന ടെൻഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ബട്ട് എന്തോ ഒരു അത്രയോ. Okay. Today we are discussing about the topic of adjectives. Adjective is a word that modifies or describes noun and pronoun. Nouneyo pronounneyo modify ചെയ്യുന്ന word ആണ് adjective. For example, she is an angry person. The she is a noun. ഇതിനെ മോഡിഫൈ ചെയ്യാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ആംഗ്രി പേഴ്സൺ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്തു. അതാണ് ആ ഒരു വേർഡ് ഇതിൽ വരുമ്പോഴാണ് ഇതിന് അഡ്ജക്റ്റീവ് സെന്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, Okay, Shamsina, can you please tell me the examples? she is an angry person. He is a handsome. He is a good character. Divya is a very calm person. Elephant is largest animal. The child has wearing a black hat. Okay, in these sentences, which are the adjectives? Angry person, handsome, good character, very calm person, largest animal, wearing black hat. Okay, അതില് adjective എന്ന് പറയുമ്പോൾ person ഒന്നുമില്ല, just handsome, pretty, tall അങ്ങനെ പറയുന്ന വേർഡ്സ് ഒക്കെയാണ് എന്താ adjective എന്ന് പറയുന്നത് കേട്ടോ. Okay. Yeah, then Bismiya. Yes, ma'am. Today we are discuss about adjectives. Adjective is a word that describe or gives more information about a noun. It tells us about the quality, quantity, size, shape, color, etc. Example: tall boy, beautiful flower, red ball, happy child. Adjectives help make sentence more detailed or meaningful. അതായത് നമ്മളൊരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാനാണ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് ടോൾ, ഉയരമുള്ള ഒരു ആൺകുട്ടി, ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഇതൊക്കെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Yeah, okay, Bismiya, then Divya. Adjectives is a word that used to modifies or describes a noun or pronoun. അതായത് ഒരു നൗണിനെ അല്ലെങ്കിൽ പ്രൊനൗണിനെ കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് മോഡിഫൈ ചെയ്ത് പറയാൻ വേണ്ടി യൂസ് ചെയ്യണ വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാർജ്, സ്മോള്, ഷോർട്ട്, ടോള്, ബ്യൂട്ടിഫുൾ, ഈ വേർഡ്സ് ഒക്കെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ പേഴ്സൺ, അതായത് അവള് നല്ലൊരു ഭംഗിയുള്ള ഒരു വ്യക്തിയാണെന്ന്, അതായത് ബ്യൂട്ടിഫുൾ ആണ് ഇതിൽ അഡ്ജക്റ്റീവ്. പിന്നെ ദ ക്യാറ്റ് ഈസ് വെരി പ്രറ്റി, ക്യാറ്റിനെ കാണാൻ നല്ല പ്രറ്റിയാണ്, അതിൽ പ്രറ്റി എന്ന് പറഞ്ഞ വേർഡാണ് അഡ്ജക്റ്റീവ്. എലിഫന്റ് ഈസ് എ ലാർജസ്റ്റ് ആനിമൽ, ഇതിൽ ലാർജസ്റ്റ് എന്ന വേർഡാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യണത്. അപ്പൊ ഒരു സെന്റൻസിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യണ ഇതുപോലത്തെ
വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. താങ്ക് യു. Okay, Divya, then Lenshi. Good morning, all. Today we have learned about adjective. What is adjective? Adjective is a description of a noun or pronoun. It is a word that modifies or describes a noun or pronoun. For example, if you take one sentence, she is beautiful. In this, she is pronoun, and the adjective word is beautiful. The cat is pretty. In this, the cat is noun, and the pretty word is the adjective. Examples are elephant is the largest animal. This largest, it is adjective. Tree is so tall. Tall is adjective. The flower is beautiful. This beautiful is the adjective word. Radha is a tall girl. The Radha is noun and tall is the adjective. Ria is a short boy. In this, Ria is the name, noun, and the adjective is short. Thank you. Okay. In this today's class, we are learned about adjective. Adjective is a word that modify or describe a noun or a pronoun. Means it is a word. It's a group of words which help us to identify things or persons. For example, she is an angry person. In this, angry person is the adjective. And the tree is tall. Here, tall is adjective. To identify adjective, we can simply say some examples of some questions. If there is group of toys, we are seeing a group of toys. Someone is asking which toy is large. So we will say the red toy is large. So the red toy is the adjective there. Okay. And another sentence is which of the girl is tall. If there is group of girls are there, someone is asking that which of the girl is tall. Radha is the tall girl. Radha is the tall girl. We can identify the noun from there. So adjective is a word which modify or describe a noun. Hello, ma'am. Today we learned about adjectives. Adjectives are the words which is used to modify or describe a noun or pronoun. For example, Megha is a clever girl. Here, Megha is noun and clever is the adjective. Similarly, he is a liar. So he is a pronoun and liar is the adjective. We have many examples like short, tall, fair, rich, poor, fantastic, etc. That's all. Thank you. Okay, then Shaima. Shaima. മാം എൻ്റെ മൈക്ക് മ്യൂട്ടാവാണ്. ഓക്കെ മാം, നമ്മൾ ഇന്ന് അഡ്ജക്റ്റീവിനെ കുറിച്ചാണ് പഠിച്ചത്. ആൻ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് യൂസ്ഡ് വിത്ത് എ നൗൺ ടു ഡിസ്ക്രൈബ്. അതായത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന പേഴ്സൺ, അനിമൽ, പ്ലേസ് ഓർ തിങ്സ്, ദ നൗൺ നെയിംസ്, പിന്നെ നമ്പേഴ്സ്, ക്വാളിറ്റി. ഇറ്റ് ഡിഫൈൻഡ് ആസ് ആൻ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് യൂസ്ഡ് വിത്ത് എ നൗൺ ടു ആഡ് സംതിങ് ടു ഇറ്റ്സ് മീനിങ്. അതായത് ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ ഗുഡ്, ബാഡ്, ബ്യൂട്ടിഫുൾ, സ്ട്രോങ്, അങ്ങനെയൊക്കെ നമ്മളൊരു നൗണിനെ, ഒരു പേരിനൊപ്പം ഇപ്പോൾ ഷീ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ് അങ്ങനെയൊക്കെ നമ്മൾ പറയും, ഗുഡ് എന്ന് പറയില്ലേ. അപ്പൊ ആ ഒരു പേരിനൊപ്പം ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളെ നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നു. ഇപ്പൊ രാം ഈസ് എ ക്ലവർ സ്റ്റുഡന്റ്, അപ്പൊ അതിൽ ക്ലവർ എന്നുള്ളതാണ് അതിൽ അഡ്ജക്റ്റീവ്. ദ സ്കൈ ഈസ് ബ്ലൂ, നിറത്തിന് ഒരു ബ്ലൂ, സ്കൈ ബ്ലൂ നിറത്തിലാണ്, അങ്ങനെ പറയുന്നതൊക്കെയാണ് അഡ്ജക്റ്റീവ്. ഇത്
ചില ലേസി ബോയ്സ്, അതായത് കോൾഡ് വാട്ടർ, ലാർജ് സിറ്റി, ബോംബെ ഈസ് എ ലാർജ് സിറ്റി അല്ലെങ്കിൽ ബിഗ് സിറ്റി, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൽ ബിഗ്, ലാർജ് അതൊക്കെയാണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ജോൺ ഈസ് എ ക്ലെവർ ലോയർ, ബാബു ഈസ് എ ഗുഡ് ബോയ്, ഐ ഹാവ് എ ഗുഡ് പെൻ. അപ്പൊ ആ ഗുഡ് നൗണിന് മുന്നിൽ ഉപയോഗിക്കുന്ന ആ വിശേഷിപ്പിക്കുന്ന പദങ്ങളെ നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയണം. താങ്ക് യു. Akhila. Okay, today we discussed about adjectives. Adjective is a word that modify or describe a noun or pronoun. ഒരു നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ അതിനെ വിശേഷിപ്പിക്കാനായിട്ട് അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ, ലാർജസ്റ്റ്, ടോള്, ആംഗ്രി, ഹാൻസം അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഷീ എന്നുള്ളത് ഒരു പ്രോനൗൺ ആണ്. ആ പ്രോനൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി കൊടുത്തേക്കണ ഒരു അഡ്ജക്റ്റീവ് ആണ് ബ്യൂട്ടിഫുൾ എന്നുള്ളത്. അതേപോലെ എലിഫന്റ് ഈസ് എ ലാർജസ്റ്റ് അനിമൽ എന്ന് പറഞ്ഞാൽ എലിഫന്റ് എന്ന് പറയുന്നത് അവിടെ നൗൺ ആണ്. ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ് ലാർജസ്റ്റ്. ലാർജസ്റ്റ് അനിമൽ ലാർജസ്റ്റ് ആണ് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് വെച്ചാല് നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡ്, അതാണ് അഡ്ജക്റ്റീവ്സ്. ഇത് നൗണിന് കുറച്ചും കൂടെ ഒരു മീനിങ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു മിസ്. Okay, then Nasrina. Hi, ma'am. Today we studied about adjective. Adjective is word that describes a noun or a pronoun. For example, Hania is pretty girl. That pretty is adjective, and she is very attractive character. That attractive is also adjective. He's an awesome boy. That awesome also adjective. Another beautiful, kind, calm, etc. also adjective. Thank you, ma'am. Okay, then Reshma. Good afternoon. Today we have discussed about adjective. Adjective is a word that modifies or describes a noun or pronoun. നൗണിനെയോ പ്രൊനൗണിനെയോ മോഡിഫൈ ചെയ്ത ഡിസ്ക്രിപ്റ്റീവ് മീനിങ് കൊടുക്കാൻ നമ്മൾ അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നു. നാമവിശേഷണമായിട്ട് നമ്മൾ അട്രാക്റ്റീവ്, ബ്യൂട്ടിഫുൾ, ടോൾ, ഷോർട്ട്, സ്മോള്, ബിഗ്, റിച്ച്, പുവർ ഇതൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആയിട്ട് മാറും. എക്സാമ്പിൾ ആയിട്ട് ഹി ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഹി എന്ന് പറയുന്ന പ്രൊനൗണും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ദെൻ ഹെർ പെൻ ഈസ് വെരി അട്രാക്റ്റീവ്. ഹെർ പെൻ ഈസ് വെരി അട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ ഹെർ എന്ന് പറയുന്നത് പ്രൊനൗൺ ആയിട്ട് മാറും, അട്രാക്റ്റീവ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആയിട്ട് മാറും. താങ്ക് യു മാം. Okay, then Reshma. മാം ഞാനാ പറഞ്ഞേ. Sorry, Sharanya. Good afternoon, ma'am. Today we are discussing about adjective. Adjective is a word that modifies, describes a noun or pronoun. അതായത് ഒരു നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാനാണ് അഡ്ജക്റ്റീവ് എന്ന് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഷീ ഈസ് നൗൺ ആൻഡ് ബ്യൂട്ടിഫുൾ ഈസ് adjective. He is a good person. He is noun. Good person is a adjective. She has sweet voice. She has noun. Sweet voice is adjective. Thank you, ma'am. Okay, ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? No. Okay, clear. ആരുമില്ലല്ലോ? ക്ലിയർ അല്ലേ? എന്താണ് അഡ്ജക്റ്റീവ് എന്ന് മനസ്സിലായോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാം, ക്ലിയർ ആയി. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാട്ടോ. എന്താണ് പ്രഡിക്കേറ്റീവ് ആൻഡ് എന്താണ് ആട്രിബ്യൂട്ടീവ് അല്ലെ? പ്രഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്താണെന്ന്, ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, സീരിയസ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ. ഓക്കെ, ഫസ്റ്റ് ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് കണ്ടോ നിങ്ങള്? ദിസ് ബുക്ക് ഈസ് ബിഗ് ആൻഡ് ദാറ്റ് വൺ ഈസ് സ്മോൾ. ഓക്കെ, ഇവിടെ അഡ്ജക്റ്റീവ് ഏതാണ്? ബിഗ് ആൻഡ് സ്മോൾ ആണ്. ഓക്കെ,
ക്ലിയർ? അപ്പോ ഫസ്റ്റത്തെ പറയുന്ന സെന്റൻസില് ഈ ബിഗ് ആൻഡ് സ്മോൾ വന്നിരിക്കുന്നത് എവിടെയാണ്? എന്തിനു ശേഷമാണ്? നൗണിന് ശേഷം. ഈസ് അല്ലെ? ഈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വേർബിന് ശേഷമാണ് ബിഗ് ആൻഡ് സ്മോൾ അഡ്ജക്റ്റീവ്സ് വന്നിരിക്കുന്നത് അല്ലെ? സോ പറയുന്ന അഡ്ജക്റ്റീവ്സ് comes after linking verb. It's called predicative adjective. Okay, adjectives linking verbിന് ശേഷമാണ് വരുന്നതെങ്കിൽ അത് predicative adjective ആണ്. ക്ലിയർ ആയോ? linking verb ഏതാണ്? linking verb means auxiliary verb അങ്ങനെയൊക്കെ പറയും. അപ്പോ ഈസിന് ശേഷമാണ് ഇവിടെ രണ്ട് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത്, സ്മോളും ബിഗും വന്നിരിക്കുന്നത് ഈസ് ആയ ലിങ്കിങ് വെർബിന് ശേഷമാണ്. അതുകൊണ്ട് അത് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന്. പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് പഠിക്കുകയാണെങ്കിൽ നോർമലി അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ആട്രിബ്യൂട്ടീവ്. ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്, ഒരു നൗണിന് ശേഷമാണ് അല്ലെ? ദിസ് ഈസ് എ ബിഗ് ബുക്ക്. ഓക്കെ, ഈസ് എ ബിഗ് ബുക്ക്. ഒരു എ എന്നത് ആർട്ടിക്കിൾ ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. ലിങ്കിങ് വേർബിന് ശേഷം അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ അത് പ്രെഡിക്കേറ്റീവും, അല്ലാതെ വരുന്നത് അട്രിബ്യൂട്ടീവ് ആണെന്ന് മനസ്സിലാക്കാം. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, അറിഞ്ഞിരിക്കുക. ക്ലിയർ ആയോ? അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇന്നെടുത്ത പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആണ്, മീൻസ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ്? അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്രേസും ക്ലോസും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മൈൻഡ് ഇപ്പൊ എന്തായാലോ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ട് എല്ലാവരും ഇംഗ്ലീഷിലാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യുക. ഓരോ പ്രാവശ്യം നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴും അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ, മോസ്റ്റ്ലി നിങ്ങൾ മലയാളം യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം. ഓക്കെ, ഇംഗ്ലീഷിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുക. ഇംഗ്ലീഷ് പൊട്ടത്തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് നോക്കുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം തെറ്റാണെങ്കിൽ പോലും വെറുതെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നന്നായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പറയാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം നിങ്ങൾ സമ്മതിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യും. സോ മാക്സിമം അത് അങ്ങനെ ഫോളോ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ക്ലിയർ? ദാറ്റ്സ് ഓൾ. സോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മാം. ഭാഷ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാനിപ്പോ എടുക്കുന്ന ഗുജറാത്തിലായതുകൊണ്ട് ഒന്നുകിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പൊ ചിലത് നമ്മൾ വൊക്കാബുലറിക്ക് വേണ്ടി ചിലപ്പോ അങ്ങ് തപ്പിപ്പോവും. അപ്പൊ ചില സ്കൂൾസ് അങ്ങനെ ഉണ്ടാവും, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കും. ചിലപ്പോൾ നമുക്ക് പുറത്തായിരിക്കും ജോലി കിട്ടുന്നത്. അപ്പം ഭാഷ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാക്സിമം ക്ലാസ്സിലാണെങ്കിലും പ്രസന്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ ചുമ്മാ അതിനെ കുറിച്ച് മാത്രം പറയാതെ നിങ്ങൾ വെറുതെ നിങ്ങൾ മലയാളത്തിലാണ് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നത്, അത് ചുമ്മാ ഇങ്ങനെ പറയും. ഇംഗ്ലീഷില് തെറ്റായിരിക്കും പറയുന്നത്, കണക്ഷൻ ഒന്നും ഉണ്ടാകില്ല, തെറ്റായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അതിലൂടെ ഒരുപാട് വൊക്കാബുലറി പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. മാക്സിമം ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സൈനോട്ട് പറയാം. Okay, ma'am. I will tell them. Today we discussed adjective. That is very beautifully, ma'am, studied. So thank you very much for your class and also our students. Thank you. Okay, thank you all. See you next class. Okay, bye. Thank you, ma'am. Thank you.